എന്ന് പറയുകയും എന്നാൽ കേരളമാണ് നമ്പർ 1 എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രണ്ട് തരം ചർച്ചകളൊക്കെ വരാറ്. ഭരിക്കുന്നവർക്ക് എപ്പോഴും കേരളം നമ്പർ 1, പൊതുജനാരോഗ്യം പറയുന്നവർക്ക് അല്ലെങ്കിൽ വിഷയങ്ങൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് കണ്ടു. ആ ഭരിക്കുന്നവർക്ക് എപ്പോഴും കേരളം നമ്പർ 1 എന്ന് പറയുന്നത്. പക്ഷെ വിഷയങ്ങൾ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ കേരള ദ്രോഹി, കേരളത്തിനെതിരെ എന്ന രീതിയിലേക്ക് വരുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആദ്യം ഇവിടെ സംസാരിക്കാനാണ്. കേരളം ആരോഗ്യരംഗത്തും ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്തതാണ്. അപ്പോൾ എനിക്ക് സമാനമായിട്ടുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്തതാണ് സ്ഥലങ്ങളിലൊക്കെ. കേരളം ആരോഗ്യരംഗത്ത് മെച്ചമാണെന്ന് യാതൊരു സംശയം. മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ, പല രാജ്യങ്ങളായിട്ട് നോക്കുമ്പോൾ കേരളം പോലത്തെ പ്രദേശങ്ങൾ ലോക മാപ്പിൽ തന്നെ ആരോഗ്യരംഗത്ത് ഇടം നേടിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യപരം പറയാതെ ഞങ്ങളുടെ സർക്കാർ, മറ്റു സർക്കാർ അവിടെയാണ് പ്രശ്നം. തമിഴ്നാട് കേരളം തമ്മിൽ ആരോഗ്യരംഗത്ത് ഒരുപാട് വ്യത്യാസത്തിലാണ് ഇപ്പോൾ വെള്ളം കിട്ടുന്നതാണ്. 44 41 കേരളത്തിലോട്ട്, കേരളത്തിൽ 3 നദികളാണ്. ഈ 40 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നു. ശുദ്ധജലം കൊണ്ടുവരുന്ന സർക്കാരിൻ്റെ സംഭാവനയാണ്, ഭൂരാജത്തിന്റെ സംഭാവന. നമുക്ക് പ്രകൃതിയാ കിട്ടിയ കാര്യങ്ങളുണ്ട്. അതിനുശേഷം വാക്സിനേഷൻ ഉൾപ്പെടെ പറഞ്ഞ പണ്ട് ഭരിച്ചത് പിന്നീട് ഭരിച്ചത് എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരിക്കലും മന്ത്രിയോട് ചോദിക്കേണ്ടത് നമുക്ക് കേരളം മന്ത്രിസഭ ഉള്ളതുകൊണ്ടാണ്, പാർട്ടി പ്രശ്നമില്ല, കേരളം മന്ത്രിസഭ ഉള്ളതുകൊണ്ടാണ് ഒന്നാലും പുറക്കാൻ ചോദിച്ചു. ഇതേ മന്ത്രിമാരെല്ലാം ബീഹാർ വെച്ചൊക്കെ ബീഹാർ ചെയ്യാം. ബീഹാറിൽ തനതായി ചില പ്രശ്നങ്ങൾ നമ്മളെ നടക്കുന്നത് നമുക്ക് കുറേ ആനുകൂല്യങ്ങൾ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കാര്യം. പക്ഷേ രാജ്യഭരണമായാലും ജനാധിപത്യ ഗവൺമെൻറ് ഒരുപാട് മാറുകയും അച്യുതമേനോൻ മന്ത്രിസഭയാണ് 500 പ്രൈമറി മിനിസ്റ്റർ ഒറ്റയടിക്കും ഒരു മന്ത്രിസഭ. പ്രാഥമിക ആരോഗ്യം എന്ന് പറയുമ്പോൾ 500 എല്ലാ പഞ്ചായത്തുകളിൽ ഡോക്ടർമാർ, നഴ്സുമാർ, എല്ലാ സംവിധാനങ്ങളും വരും. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂഷൻസ് ആന്റിബയോട്ടിക് മരുന്ന് കണ്ടുപിടിച്ചത് ആദ്യം കണ്ടുപിടിച്ച് 96 വർഷമായിരുന്നു. 100 വർഷമായിട്ടില്ല. ഒരുപാട് മില്യൺ ആൾക്കാർ രക്ഷപ്പെട്ടില്ല ആന്റിബയോട്ടിക്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ജീവിച്ചിട്ടുണ്ട്. ക്ഷയരോഗം ഏറ്റവും വലിയ രോഗമാണ്. ക്ഷയരോഗം വന്നാൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ഭാര്യ കമലാ നെഹ്റുവിൽ മരിച്ചു 1936 വയസ്സിൽ മരിച്ചു. പക്ഷെ അവർ മരിക്കുമ്പോൾ അക്കാലത്ത് 10-15 പേർക്ക് സെൽഫ് ക്യൂർ ഉണ്ട്. ക്ഷയരോഗം എല്ലാവരും മരിച്ചെങ്കിൽ നമ്മളാരും കാണുകയല്ല. അപ്പം ഇങ്ങനത്തെ ഒരുപാട് കലകളുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യ ചർച്ച വരുമ്പോഴും അത് നോക്കേണ്ട കാര്യം അതൊന്നും. മറുവശത്ത് രോഗങ്ങൾ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളുടെ പ്രശ്നമാണ്. രോഗങ്ങൾ കൂടുതലാണെന്ന് യാഥാർത്ഥ്യമാണ്. അത് പലതരത്തിലാണ്. ഇപ്പൊ സാംക്രമിക രോഗങ്ങൾ കൂടാനുള്ള കാരണങ്ങളുണ്ട്. മാത്രമല്ല ഈ സാംക്രമികമല്ലാത്ത രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അതൊക്കെ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതങ്ങനെ ചേർത്തിട്ടുണ്ട്. കോവിഡ് വന്നവർക്ക് മറ്റ് രോഗങ്ങൾ, പ്രമേഹ രോഗങ്ങളോ രക്തസമ്മർദ്ദമോ ഹാർട്ട് അറ്റാക്കൊക്കെ വളരെ സാധ്യതകളും ഇങ്ങനെ ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ. രോഗാണുക്കൾ കൂടുതൽ പഠിക്കും. നമ്മൾ എപ്പിഡമിയോളജിയുടെ ശാസ്ത്രശാഖ നമ്മുടെ രോഗാണു, ഹോസ്പിറ്റൽ, അടുത്ത് വരുന്നു, പിന്നെ എൻവയോൺമെന്റ്, ഇത് 3 ചേർന്നതാണ്. രോഗാണു വ്യത്യാസമാണ്. കോവിഡ് നമ്മൾ നോക്കിക്കുമ്പോൾ ജനിതക വ്യത്യാസം കോവിഡ് രോഗാണുമാണ്. എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം 80-ൽ ഉണ്ടായിരുന്ന രോഗാണു പരിണമിച്ചിട്ടാണ്. അപ്പം അതിൻ്റെ പ്രശ്നമുണ്ടാകും. പോസ്റ്റ് നമ്മളിപ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നതിന് ഒരു കാരണം ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ചെറുപ്പക്കാരുടെ കൊണ്ടാലും നല്ല പ്രായമാവുകയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് അണുബാധകൾ കുറയാൻ ഒരു പരിധിയിൽ കുറഞ്ഞു. ഇപ്പോൾ മലമ്പനിയൊക്കെ അപൂർവമായിട്ടാണ്. ഞാൻ വീട്ടിൽ പോയി ഞാൻ മലമ്പനി കണ്ടിട്ടില്ല. അത്ര മുമ്പേ കേരളത്തിൽ മലമ്പനി ചെയ്യുന്നത് ജനമാണ്. അതിനുശേഷം ഡൽഹി ചെല്ലുമ്പോൾ ആശുപത്രി ചുവരുകളെ കീഴിച്ചിരിക്കുന്നത് പനിയുണ്ടോ ക്ലോറോക്കിൻ കഴിക്കുന്നുണ്ട്, പനി കണക്ക് മലമ്പനിയായിരിക്കുന്നതാണ്. ഈ വ്യത്യാസങ്ങൾ അപ്പോൾ അണുബാധകളിലൊക്കെ ഒരുപാട് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ ജീവിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യൻ മരിക്കണ്ട എന്തെങ്കിലും കാരണം. അപ്പോഴാണ് ക്യാൻസർ വരുന്നത്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം വരുന്നത്. 15 വയസ്സാണ് രക്തസമ്മർദ്ദം ഇല്ല, അതുപോലെ പ്രത്യേക പ്രശ്നങ്ങളിലും. അപ്പോൾ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന രോഗങ്ങൾ ചില പറയുമ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ക്യാൻസറാണ്. പണ്ട് ക്യാൻസർ വരുന്നത് തട്ടിപ്പോകുമായിരുന്നു. സ്വാതന്ത്ര്യം 30 വയസ്സായിരുന്നു ആയുഷ്. ഇപ്പോൾ ക്യാൻസർ ആകുന്നത് കുട്ടികൾ ക്യാൻസർ ഇല്ലെന്നല്ല പറഞ്ഞത്.
ഈ രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിസ് ഒക്കെ ജീവിച്ചിരിക്കുന്നത് ധാരാളം രോഗങ്ങളാണ്. അപ്പോൾ അതിനെയും കാണും. ഇതൊക്കെ പൊതുവെ പോകുന്നതാണ്. ഇതൊക്കെ പൊതുവെ കേരളത്തിൽ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ വെച്ചാണ്. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ചെറുപ്പത്തിലേക്ക് പണ്ടൊരു അപ്പൂപ്പനുണ്ടായിരുന്ന മഹോദരം വന്നിട്ട് വയറ് വീർത്ത് മരിച്ചു എന്നൊക്കെ പറയും. ഇപ്പം കൃത്യമായിട്ട് ലിവറിനെ ക്യാൻസർ കണ്ടുപിടിക്കാനും ചികിത്സ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ കേരളത്തിൽ ശ്രമിക്കുള്ളൂ. അപ്പോൾ ആ വ്യത്യാസമാണ് രോഗങ്ങൾ കണ്ടുപിടിക്കുന്നത്. മറ്റേ പനി തത്വങ്ങളുണ്ട്, എന്ത് പനിയാൽ നടക്കുകയും അപ്പോൾ ഇതിന് വ്യത്യാസമാണ്. ഇതെല്ലാം കൊണ്ടാണ് രോഗങ്ങളുടെ കൂടുതലായിട്ട് രോഗങ്ങൾ കൂടുതലുണ്ട്. കോവിഡിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. കോവിഡ് എന്നുള്ള കേരളത്തിൽ കൂടുതലുള്ള ചില തണുപ്പ് രാജ്യങ്ങളിൽ എടുത്തിട്ട് പോയത് നമ്മളെല്ലാവരും സഹകരിക്കുന്നത്. ഇതെല്ലാം ചേർത്താണ് കേരളത്തിൽ ആരോഗ്യം മറ്റ് സംസ്ഥാനങ്ങളെ പറ്റി നോക്കുമ്പോൾ മെച്ചമാണ്. എന്നാൽ കേരളത്തിൽ രോഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള